നമസ്കാരം. ഏവർക്കും ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നാളെ നവംബർ മാസം 4-ാം തീയതിയാണ്, ചൊവ്വാഴ്ച ദിവസം. നാളത്തെ ദിവസം 4 രാശിയിൽ വരുന്ന 12 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യദായകമായ ഒരു സുദിനം തുടങ്ങുകയാണ്. ഇവിടെ വ്യാഴത്തിൻ്റെ അനുകൂലം എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിത ധന നേട്ടങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിത ധനയോഗമെന്ന് പറയുമ്പോൾ ലോട്ടറി പോലെയുള്ള സമ്മാന പദ്ധതികൾ, അതേപോലെ ചിട്ടി, ഒരിക്കലും ലഭിക്കില്ല എന്ന് കരുതിയ ധനങ്ങൾ വരെ കയ്യിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. കൂടാതെ ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം എല്ലാവിധ ആർഭാടങ്ങളും കാണിക്കുവാൻ, അല്ലെങ്കിൽ ആർഭാടം, സൗന്ദര്യം, സ്നേഹം, കലാകായിക രംഗങ്ങൾ തുടങ്ങിയവയുടെയൊക്കെ കാരകനായ ശുക്രൻ ഇവിടെ അനുകൂലമായതിനാൽ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ശോഭനമായ ഭാവിയുടേതായിരിക്കും. അതായത് 2025 തുടക്കം മുതൽ ഇവിടെ വരെ ഒരു മാറ്റമൊന്നും സംഭവിച്ചില്ല, പതിവ് പോലെ തന്നെയാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നവർക്കാണ് ഈ നവംബർ ഡിസംബർ മാസം വളരെയധികം ഭാഗ്യമായി മാറുന്നത്. കാരണം അത്രത്തോളം ഗ്രഹമാറ്റങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടന്നുകൊണ്ടിരിക്കുന്ന മാസങ്ങളാണ്. ഇവിടെ വ്യാഴത്തിൻ്റെ അനുകൂലം ഡിസംബർ മാസം വരെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ വളരെയധികം ഭാഗ്യ സമയമാണ്. കൂടാതെ 2026 കടക്കുമ്പോൾ ശനിയും വളരെയധികം മഹാഭാഗ്യത്തെ നൽകുന്നുണ്ട്. അപ്പോൾ ഈ 2025 തുടക്കം മുതൽ ഒരു മാറ്റം വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആ ഒരു പറച്ചിൽ മാറ്റി പറയേണ്ടതായി വരുന്ന സമയത്തിലാണ് ഈ നവംബർ മാസം മുതൽ നിങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ വളരെയധികം ഭാഗ്യവും ശ്രേഷ്ഠകരവുമായ സമയത്തിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് നാളത്തെ ദിവസം. അതേപോലെ ചെയ്യേണ്ടതായ ചില വഴിപാടുകളും ക്ഷേത്ര ദർശനങ്ങൾ കൂടി പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നോക്കാം ആ 4 രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന്. അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകൾക്ക് മനസ്സിൽ സന്തോഷം, സമാധാനം ഇവയൊക്കെ വന്നു ചേരുകയും അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നത്. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട്, അതായത് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. അതായത് നിലവിലുള്ള ജോലിയിൽ നിന്നൊന്ന് മാറണം, വിദേശത്തേക്കാണെങ്കിലും മാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂല സമയമാണ്. ഒരു പറിച്ചുനടൽ അല്ലെങ്കിൽ ഒരു മാറ്റം അതിനൊക്കെ അനുകൂലമായ സമയമാണെങ്കിൽ പോലും അല്പം ശ്രദ്ധ വേണം. അതായത് നിലവിലൊരു ജോലിയിൽ നമ്മൾ നിൽക്കുമ്പോൾ അത് കളഞ്ഞിട്ട് മറ്റൊരു ജോലിയിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ പാടുള്ളതല്ല. സമയം അനുകൂലമാണ് എങ്കിൽ പോലും മറ്റൊരു ജോലിയുടെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിനെ കൃത്യമായി നിങ്ങൾക്ക് സാധിക്കുന്ന ജോലിയാണോ അല്ലെങ്കിൽ ഒന്നുകൂടി അപ്ഗ്രേഡ് ആവുകയാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം നിലവിലുള്ള ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ പാടുള്ളൂ. ഒരു സുഹൃത്തിൻ്റെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. അതായത് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. സാമ്പത്തികമായിട്ടായാലും അല്ലെങ്കിൽ മാനസികമായിട്ടായാലും ചില സന്തോഷങ്ങൾ നൽകുവാൻ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും. അത് മിക്കവാറും നിങ്ങളുടെ ഒരു സുഹൃത്ത് തന്നെയായിരിക്കും. ജോലിയിലൊരു മാറ്റം ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയത്തിൻ്റെയും ആവശ്യമില്ല. ആ മാറ്റം പക്ഷെ നിങ്ങൾക്ക് കൂടി ഇഷ്ടമായെങ്കിൽ മാത്രമേ ആ മാറ്റത്തിന് നിങ്ങൾ ശ്രമിക്കുവാൻ പാടുള്ളൂ. കുടുംബത്തിൽ നിലനിൽക്കുന്നതായ പലവിധ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സഹോദരന്മാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ചയില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. എങ്കിൽ പോലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരങ്ങളിൽ അല്പം ജാഗ്രത പുലർത്തുക. അതായത് എടുത്തു ചാടിയുള്ള വർത്തമാനങ്ങൾ കഴിവതും ഒന്ന് കുറയ്ക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നാളത്തെ ദിവസം മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ചില അഭിപ്രായങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക, അല്ലാത്തവയ്ക്ക് അതിനുള്ള മറുപടികൾ തിരിച്ചു നൽകാനൊക്കെ നിങ്ങൾ ശ്രമിക്കേണ്ടതായ സമയമാണ്. ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. വീണ്ടും പറയുകയാണ്, ജോലിയിൽ നിന്നൊരു മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ കൃത്യത ഉണ്ടാവേണ്ടതാണ്. അതായത് എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തു എന്ന് നമുക്ക് പിന്നീട് പശ്ചാത്തപിക്കേണ്ടതായ അവസരം അല്ലെങ്കിൽ അവസ്ഥ വന്നു ചേരരുത്. ഒരിക്കലും അങ്ങനെ വരില്ല. ഇവിടെ അനുകൂലമായ സമയമായതിനാൽ തന്നെ എങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് 1, 2, 3 തവണ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഏത് കാര്യത്തിലേക്കും ഇറങ്ങാൻ പാടുള്ളൂ. ഇവിടെ കർമ്മ മേഖലയിൽ ഒരു ഉയർച്ച, നേട്ടം, തെളിച്ചം ഇതൊക്കെയാണ് ദർശിക്കാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും നിങ്ങൾ ജോലിയിൽ നിന്നൊന്ന് മാറുമ്പോൾ പൂർണ്ണമായി വില്ലിങ് ആയിട്ട് വേണം മാറുവാനായിട്ട്. കൂടാതെ ഒരു സുഹൃത്തിൻ്റെ സഹായം വളരെയധികം നിങ്ങൾക്ക് ഒരു തണലായി താങ്ങായി മാറുന്ന സമയം കൂടിയാണ് നാളെ മുതൽ തുടങ്ങുന്നത്.
ഇനി നിങ്ങൾ നടത്തേണ്ട ക്ഷേത്ര ദർശനം ഏതാണെന്ന് കൂടി നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ ഭഗവാൻ വിഷ്ണുവിനെയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടതും പ്രീതനാക്കേണ്ടതും. അതിന് വ്യാഴാഴ്ച ദിവസം നിങ്ങൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭാഗ്യസൂക്തം അല്ലെങ്കിൽ പുരുഷ സൂക്തം തുടങ്ങിയ അർച്ചനകൾ ചെയ്യുന്നതും വളരെയധികം ഉത്തമമായ ഫലത്തെയായിരിക്കും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആയുരാരോഗ്യ സൗഖ്യം വർദ്ധിക്കുന്നതാണ്. അറിയാമല്ലോ, ഭഗവാന് സുദർശന ഹോമമാണ് ഏറ്റവും അധികം മുഖ്യം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വ്യാഴാഴ്ച ദിവസം അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഈ വഴിപാടുകൾ നടത്തുകയാണെങ്കിൽ, അതായത് പുരുഷ സൂക്തം നടത്താം, ഭാഗ്യസൂക്തം, വിഷ്ണു സൂക്തം, ഇതിലേതായാലും നിങ്ങൾക്ക് നടത്താവുന്നതാണ്. അതും വ്യാഴാഴ്ച ദിവസം വേണം. ഭഗവാൻ വിഷ്ണുവിനെയാണ് ഇപ്പോൾ നിങ്ങൾ പ്രീതിപ്പെടുത്തേണ്ടത്. ഐശ്വര്യവർദ്ധനവ് ഉണ്ടാകുന്നതാണ്. ശത്രുശല്യങ്ങൾ, പല വിധത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുശല്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മോചനം മാറ്റം ഉണ്ടാകുന്നതാണ്. കൂടാതെ ബുദ്ധിവികാസം വന്നു ചേരും. തുടങ്ങിയവയൊക്കെയാണ് ഇതിൻ്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ വെറും കൈയായി പോകരുത്. നമ്മൾ പറയാറുണ്ട് അവിടെ ചെന്നിട്ട് നമ്മൾ അർച്ചനയൊക്കെ നടത്തുന്നുണ്ട് എന്ന ധാരണയിലാണെങ്കിലും വെറും കൈയിൽ പോകാൻ പാടുള്ളതല്ല. ഭഗവാന് ഇഷ്ടപ്പെട്ട തുളസി, ചെത്തി, മന്ദാരം, പിച്ചകം തുടങ്ങിയ പുഷ്പങ്ങളൊക്കെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നതും വളരെയധികം ഉത്തമമായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, വ്യാഴാഴ്ച ദിവസം അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ഈ പറഞ്ഞിരിക്കുന്ന വഴിപാടുകൾ നിങ്ങൾക്ക് കഴിയുന്ന വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതൊരു വ്യാഴാഴ്ച കൊണ്ട് പ്രാർത്ഥിച്ച് നിർത്തുകയല്ല വേണ്ടത്, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്നതുവരെ ഈ കാര്യങ്ങൾ ചെയ്യുക. കാരണം ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യം വന്നു ഭവിക്കുന്നതിനെ നിങ്ങളെ സഹായിക്കുന്ന വഴിപാടുകളാണിവ. മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരായ ആളുകൾക്ക് ആത്മവിശ്വാസം നിറഞ്ഞ ഒരു ദിവസങ്ങളുമായിരിക്കും നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്. ആത്മവിശ്വാസം ധാരാളമായി ഉണ്ടാകുന്നതിനാൽ തന്നെ ഏത് പ്രവൃത്തിയിലും ധൈര്യസമേതം പ്രവൃത്തിയെ നേരിടാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കും ജോലിയുടെ ഒരു മാറ്റമൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുരോഗതിയുടെ സമയമാണ് തുടങ്ങിയിരിക്കുന്നത്. വരുമാനത്തിലും ആ ഒരു വർധനവുണ്ടാകുന്നതാണ്. കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും കാരണത്താൽ അകന്നു മാറി നിൽക്കേണ്ടതായി വരിക. ചിലപ്പോൾ യാത്രയുടെ ഭാഗമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കും. അല്പം ഒരു അകന്നു മാറി നിൽക്കേണ്ട, കുറച്ച് ദിവസങ്ങളൊന്ന് മാറി നിൽക്കേണ്ടതായ അവസ്ഥയൊക്കെ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടാനുള്ളൊരു താല്പര്യമുള്ളവരാണ്. അതിനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ്. കയ്യിലേക്ക് ധനം വന്നു ചേരുകയും ആർഭാടം കാണിക്കുവാൻ ഇവിടെ ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം സാധിക്കുകയും ചെയ്യുന്നതാണ്. മനസ്സിന് സ്വാധീനം ചെലുത്തുന്നതായ ചില വ്യക്തികളുടെ ഒരു വരവ് ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ ചിലപ്പോൾ അത് പ്രണയബന്ധവുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അകന്നു കഴിഞ്ഞ് ചില ആളുകൾ നിങ്ങളിലേക്ക് വീണ്ടും എത്തിച്ചേരുന്നതാകാം. ഏതായാലും ആ വ്യക്തി നിങ്ങളിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ വരവോടുകൂടി ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ജോലി സ്ഥലത്തും ഒരു മെച്ചപ്പെട്ട സ്ഥിതി വന്നു ചേരുന്നതാണ്. ചില മതപരമായ ചടങ്ങുകളൊക്കെ നടത്തുവാനും അതിൽ പങ്കെടുക്കുവാനും നിങ്ങൾക്ക് നടത്തിപ്പിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യവും ഫലവും, അത് ചെയ്യുന്നതിലൂടെ ഫലവും ഉണ്ടാകുന്നതാണ്. മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അല്പം അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അതായത് കർമ്മമേഖലയിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഒരു രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്കും പോകാതിരിക്കുക. അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടതായ ശ്രദ്ധയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഗണപതി ഭഗവാനെയാണ്, അതും ചൊവ്വാഴ്ച ദിവസം. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് കറുകമാല സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ അഷ്ടോത്തരാർച്ചന നടത്താവുന്നതാണ്. ഗണപതി സൂക്താർച്ചന, ഇങ്ങനെയുള്ള അർച്ചനകളൊക്കെ നടത്തുക. ഇതിൽ രണ്ടും ഒരുമിച്ച് നടത്തണമെന്നല്ല, ഇതിൽ രണ്ടിൽ ഏതായാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് നടത്താവുന്നതാണ്. വിഘ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വിഘ്നനാശം വരുന്നതിന് ഗണപതി ഹോമം നടത്താവുന്നതാണ്. അപ്പോൾ ഗണപതി ഭഗവാനെ പ്രീതനാക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ഒരു നാളികേരം തലയ്ക്കൊഴിഞ്ഞ് ഉടയ്ക്കുവാനും ശ്രമിക്കേണ്ടതാണ്. എന്ത് വിഘ്നമുണ്ടെങ്കിലും, ആരിൽ നിന്നാണ്, നാവേറായിട്ടാണെങ്കിലും എന്ത് ദോഷമായിട്ടായാലും നിങ്ങളിൽ എന്തെങ്കിലും വിഘ്നങ്ങൾ വന്നു പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിഘ്നങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ ഭഗവാൻ ഗണപതിക്കാണ് സാധ്യമാകുന്നത്. അപ്പോൾ ഗണപതി ക്ഷേത്ര ദർശനം ചൊവ്വാഴ്ചകളിൽ നടത്തുക. അത് ഒരു ചൊവ്വാഴ്ച പോയി ചെയ്താൽ മാത്രം പോരാ, അടുപ്പിച്ചടുപ്പിച്ച് ചൊവ്വാഴ്ചകളിൽ പോയി ഗണപതി ഭഗവാനെ പ്രീതനാക്കുക. അതേപോലെ അഷ്ടോത്തരാർച്ചന നടത്താവുന്നതാണ്. ഗണപതി സൂക്താർച്ചന, ഇത് നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അത് നിങ്ങൾക്ക് നടത്താവുന്നതാണ്. പ്രത്യേകിച്ച് കറുകമാലയും ഒരു തേങ്ങയും, അതായത് നാളികേരവും തലയ്ക്കൊഴിഞ്ഞ് നടയ്ക്ക് സമർപ്പിക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. അവിട്ടം, ചതയം, പോരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായ ആളുകൾക്കും മനസ്സിൽ സന്തോഷം, സമാധാനം ഇതൊക്കെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ദിവസവും സമയവും ഒക്കെയാണ് നാളെ മുതൽ തുടങ്ങുന്നത്. എങ്കിൽ പോലും ഒരു ആത്മനിയന്ത്രണം പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് കോപം കൊണ്ട് എടുത്തു ചാടിയുള്ള പ്രവർത്തനങ്ങളോ എടുത്തു ചാടിയുള്ള സംസാരങ്ങൾക്കോ പോകാതിരിക്കുക. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം മെച്ചപ്പെട്ട സമയവും ദിവസവും ഒക്കെയാണ് മുന്നിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിനെ ഓർത്തുള്ള വിഷമങ്ങളൊന്നും മനസ്സിൽ വേണ്ട.
സുഹൃത്തിൽ നിന്ന് ചില സഹായങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതേപോലെ തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യകാര്യങ്ങൾ അല്പം ശ്രദ്ധ വേണമെന്നത് ഒഴിച്ചാൽ പൂർണ്ണമായൊരു ഭാഗ്യ സമയം തന്നെയാണ്. പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. സന്താനങ്ങൾ നിമിത്തം അല്പം സന്തോഷത്തിനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ കൂടി വന്നു ചേരുന്നതാണ്. സന്താനങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ വിദ്യാകാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് വിഷമിക്കുന്ന നിങ്ങൾക്ക് ആ വിഷമത്തിൽ നിന്നൊക്കെ ഒരു അറുതി വന്നു ചേരുന്ന ദിവസവും സമയവുമാണ്. കല സംഗീത മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും താല്പര്യം വർദ്ധിക്കുകയും ആ താല്പര്യം വളരെയധികം ഗുണകരമായ മാറ്റങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. ഒരുപാട് നാളുകളായി ഒന്ന് പാട്ട് പഠിക്കണം, ഡാൻസ് പഠിക്കണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹമുള്ളവരാണെങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ശുക്രൻ്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ കലാകായിക രംഗങ്ങളിലേക്ക് നിങ്ങൾ ഇപ്പോൾ ഇറങ്ങുകയാണെങ്കിലും ശുക്രപ്രീതി ലഭിക്കുന്നതിന് അത് വളരെയധികം സഹായകമാകുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കണം എന്നതൊഴിച്ചാൽ പൊതുവെ നല്ല സമയവും നല്ല ദിവസങ്ങളുമാണ് മുന്നിലുള്ളത്. ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ കൃത്യമായി മരുന്ന് കഴിക്കുക. ഭക്ഷണം കൃത്യതയോടുകൂടി കഴിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. ഇവിടെ ഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ് മുന്നിലുള്ളത്. ഇനി നിങ്ങൾ നടത്തേണ്ട ക്ഷേത്ര ദർശനം എന്ത് എന്ന് ചോദിച്ചാൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഭഗവാൻ മഹാദേവനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളത്. അടുത്തുള്ള മഹാദേവ ക്ഷേത്ര ദർശനം നിങ്ങൾക്ക് നടത്താവുന്നതാണ്. സ്വയംവര പുഷ്പാഞ്ജലിയുണ്ട്, മംഗല്യ പുഷ്പാഞ്ജലി, അതായത് വിവാഹവുമായി ബന്ധപ്പെട്ട് ഉമാമഹേശ്വര പുഷ്പാഞ്ജലി. ഈ അർച്ചനകളൊക്കെ ഭഗവാന് വളരെയധികം മുഖ്യമായിട്ടുള്ളതാണ്. ആയുർ സൂക്ത അർച്ചന, അതേപോലെ ഭസ്മാഭിഷേകം, ജലധാരയുണ്ട്, ക്ഷീരധാരയുണ്ട്. അങ്ങനെ അഭിഷേകങ്ങളൊക്കെ വളരെയധികം പ്രാധാന്യമുള്ളതാണ് ശിവക്ഷേത്രങ്ങളിൽ. അപ്പോൾ ശിവഭഗവാന്റെ രുദ്രഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതും നിങ്ങൾക്ക് നടത്താവുന്നതാണ്. ദീർഘായുസ് ഉണ്ടാകുന്നതിനും ആയുരാരോഗ്യ സൗഖ്യം, അതായത് നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതിനും വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണം, അതേപോലെ തന്നെ കോപം, എടുത്തുചാടിയുള്ള കോപത്തിൽ നിന്ന് കോപിച്ചുകൊണ്ടുള്ള സംസാരം, ചെയ്തികൾ എന്നിവയിൽ നിന്നൊരു നിയന്ത്രണം ഉണ്ടാകുന്നതിനും ദാമ്പത്യ കലഹം അനുഭവിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്ന് മോചനം ഉണ്ടാകാൻ, ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ശിവക്ഷേത്ര ദർശനം. അപ്പോൾ ഭഗവാൻ ഏറ്റവും ഇഷ്ടം കൂവളത്തിലെയാണെന്ന് കൂടി മറക്കേണ്ട. അപ്പോൾ ശിവക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഈ അർച്ചനകളൊക്കെ ചെയ്യുന്നതിന് ഉപരിയായിട്ട് നിങ്ങൾ കൂവളത്തിലെയാണ് ഭഗവാനെ സമർപ്പിക്കേണ്ടത്. ഇതൊക്കെ ഈ അർച്ചനകളിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നടത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ കൂവളത്തില അത് ഭഗവാന് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഭഗവാന് സമർപ്പിക്കുന്ന ഒരിക്കലും മറക്കാൻ പാടുള്ളതല്ല. തിങ്കളാഴ്ച ദിവസങ്ങളിൽ അടുപ്പിച്ച് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു 7 21 അത് ഏതാകട്ടെ, നിങ്ങളുടെ മനസ്സിന് എത്രത്തോളം ചെയ്താലാണോ സന്തോഷവും സമാധാനവും വരുന്നത് അത്രത്തോളം ക്ഷേത്ര ദർശനം നിങ്ങൾക്ക് നടത്താവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചകളിലും ഈ പറഞ്ഞിരിക്കുന്ന വഴിപാടുകളിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നടത്താവുന്നതാണ്. ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകുന്നതാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരായ ആളുകൾക്ക് കുടുംബജീവിതത്തിൽ സന്തോഷം സമാധാനം ഉണ്ടാകുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്കും ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നാളെ മുതലുള്ള സമയം മെച്ചപ്പെട്ട ദിനങ്ങളാണ്. വരുമാന വർധന ഉണ്ടാകും. കഠിനാധ്വാനം വേണ്ടി വരുന്നതാണ്. കഠിനാധ്വാനം ചെയ്യുന്നാലും അതിൻ്റെ ഫലം ലഭിക്കുകയാണെങ്കിൽ പിന്നെ കഠിനമായി അധ്വാനിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഫലമുണ്ടാകുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ പഠന ഭാഗ്യമുണ്ടാകുന്നതാണ്. പഠനത്തിൽ ശ്രദ്ധ ചെലുത്താനായി സാധിക്കുന്നതാണ്. തടസ്സങ്ങൾ ഉണ്ടായിരുന്നു പഠനവുമായി ബന്ധപ്പെട്ട് അല്പം മന്ദത, അതേപോലെ പഠനത്തിന് ഇറങ്ങുന്നതിന് പലവിധ ബുദ്ധിമുട്ടുകൾ, അതൊക്കെ മാറിയിട്ടുണ്ട്. ക്ഷമയാണ് അത്യാവശ്യമായി വേണ്ടുന്നത്. നമ്മൾ 1ാം ക്ലാസ്സിൽ നിന്നാണ് 10ലേക്ക് എത്തുന്നത്, അല്ല നേരിട്ടാരും 10ലേക്ക് ഓടിച്ചെന്ന് കയറുന്നതല്ല. അതുകൊണ്ടൊന്നും മനസ്സിലാക്കും. എല്ലാ കാര്യങ്ങളിലും ഒരു ക്ഷമ വളരെയധികം അത്യാവശ്യമാണ്. അമിതമായ കോപമുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അമിതമെന്ന് പറഞ്ഞാൽ ലിമിറ്റ് കഴിഞ്ഞിട്ടുള്ള ദേഷ്യമാണ് ചില സമയങ്ങളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ഒഴിവാക്കേണ്ടതും കൺട്രോൾ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. നിങ്ങൾ നിമിത്തം ചില കുടുംബ പ്രശ്നങ്ങൾ വന്നു ചേരുന്നുണ്ട്. നിങ്ങളുടെ ഈ ദേഷ്യം കാരണം തന്നെ കുടുംബത്തിൽ സമാധാനക്കേടൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിന് നിങ്ങളായിട്ട് കാരണമാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. മത്സര പരീക്ഷകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളത്തെ ദിവസമായാലും തുടർന്നുള്ള ദിവസങ്ങളിലും അതൊക്കെ വിജയം ഉണ്ടാകാനും, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരാണ് നാളത്തെ ദിവസം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും പൂർണ്ണമായ ഒരു ഫലം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഭഗവാൻ സുബ്രഹ്മണ്യനെയാണ്. ചൊവ്വ, വെള്ളി ദിനങ്ങളിലാണ് അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തേണ്ടത്. സുബ്രഹ്മണ്യ സ്വാമിക്ക് കുമാരസൂക്താർച്ചന നടത്താവുന്നതാണ്. അതേപോലെ പഞ്ചാമൃതം, പാല് എന്നിവയാണ് നിവേദ്യങ്ങൾ. അപ്പോൾ പഞ്ചാമൃതം, ഭസ്മം ഇതൊക്കെ പ്രധാന അഭിഷേകങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന നിമിത്തം ജ്യോതിഷ
പാണ്ഡിത്യം ഉണ്ടാകും. ജ്യോതിഷത്തിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ. അതേപോലെ ശത്രുക്കൾ നിമിത്തം ശല്യമുണ്ടെങ്കിൽ ശത്രുനാശം ഉണ്ടാകും, വിഘ്നനാശം ഉണ്ടാകും. ഉദ്യോഗ ലബ്ധി, മനസ്സിലൊരു ഉദ്യോഗം ലഭിക്കണം അല്ലെങ്കിൽ ഇന്ന ജോലി എനിക്ക് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം സഫലമാകുന്നതാണ്. സന്താന സൗഭാഗ്യമുണ്ടാകും, ആരോഗ്യവർദ്ധനവുണ്ടാകും തുടങ്ങിയവയൊക്കെ ഫലമായിട്ട് വന്നു ചേരുന്നതാണ്. ഭസ്മാഭിഷേകമൊക്കെ നടത്താനായി ഭസ്മം വാങ്ങി നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഭഗവാൻ സുബ്രഹ്മണ്യന് ഇഷ്ടപ്പെട്ട പുഷ്പങ്ങൾ ചെത്തിയും ചുവന്ന പൂക്കളും ഒക്കെയാണ്. അപ്പോൾ അതും ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. പോകുന്ന സമയം വെറും കൈയോടെ പോകാൻ പാടുള്ളതല്ല. ഈ പറഞ്ഞിരിക്കുന്ന 4 രാശിക്കാരായ ആളുകളും നടത്തേണ്ടതായ ക്ഷേത്ര ദർശനങ്ങളും അത് ചെയ്യേണ്ട ദിവസങ്ങളും ഇവിടെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് നേരെ ക്ഷേത്രത്തിൽ ചെല്ലുക, പ്രാർത്ഥിക്കുക, തിരിച്ച് വീട്ടിൽ തന്നെ എത്തിച്ചേരുക. അതിനിടയ്ക്ക് അടുത്തുള്ള വീടുകളിൽ കയറാനോ കുശലാന്വേഷണങ്ങൾക്കും ഒന്നും പോകാതിരിക്കുക. ഇതിൻ്റെ ഒരു ഫലം, അതായത് ക്ഷേത്ര ദർശനം നടത്തിയ ഫലം നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം എവിടെ പോകുന്നതിന് കുഴപ്പമില്ല. അല്ലാതെ എങ്ങും പോയി കയറാൻ പാടുള്ളതല്ല. നേരിട്ട് വീട്ടിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് ചെല്ലുക, ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നെത്തേണ്ടതും അത്യാവശ്യമാണ്. ഇത് ഈ പറഞ്ഞ ദിവസങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് എത്ര പറ്റുന്നു അത്രത്തോളം ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ മനോകാമനകളൊക്കെ നടക്കുന്നതിനും അതേപോലെ നിങ്ങളെ ബാധിച്ചിട്ടുള്ളതായ എല്ലാവിധ നെഗറ്റീവ് ഊർജ്ജങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിയുന്നതിനും ഓരോ ക്ഷേത്ര ദർശനങ്ങളും ഓരോ നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ ദർശനങ്ങൾ നടത്തുന്നതിലൂടെ ഈ വഴിപാടുകളൊക്കെ നടത്തുന്നതിലൂടെ സാധ്യമാകുന്നതാണ്. അപ്പോൾ ഈ വഴിപാടുകളൊക്കെ ഞാൻ നടത്തി എന്ന് പറയുന്നതിലെല്ലാ അർത്ഥം നടത്തുമ്പോൾ വളരെയധികം ഭക്തിയോടുകൂടി മനസ്സ് ഭഗവാനിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ എന്താഗ്രഹമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അത് ഭഗവാൻ സാധിച്ചു തരും. ഇതുറച്ച് നിങ്ങൾ വിശ്വസിച്ചോളൂ. ഇത് സത്യമാണ്, മറക്കരുത്.